തങ്കം ചേച്ചി ചൂടുവെള്ളാണോ ഒഴിക്കുന്നത്? ഇത്ര നേരം ഞാൻ എന്താ മോളെ പറഞ്ഞത്? ഇത് പുട്ടല്ലേ ഉണ്ടാക്കുന്നേ? പുട്ടിന് പച്ചവെള്ളം ഉപ്പില് കലക്കിയിട്ട് അതാണ് തളിക്കണത്. മറന്ന്. ഇന്ന് ഫൈൻ അടിച്ചില്ലെന്നേ ഉള്ളൂ, കോട്ടും ടൈ ഇടാത്തതിന്. ഓ, ഒരു ദിവസമല്ല, ഒന്നും കുഴപ്പമില്ല. ഒരു ദിവസം ചേച്ചി ബാക്കി എല്ലാവരും എല്ലാ ദിവസവും ഇടും, ഫൈൻ അടിക്കും. പോയി ബാഗൊക്കെ മാറ്റി യൂണിഫോമും മാറ്റിയിട്ടു അമ്മതേ ചായ ഉണ്ടാക്കി തരാം. അവള് വന്ന് ദേ, അപ്പൊ ഇത് മതി. ഇതാണ് പുട്ടിന്റെ പാകം. കണ്ടോ? എന്നാ ഇനി വെള്ളം ഒഴിക്കണ്ടല്ലേ? അതിങ്ങനെ ഒട്ടിപ്പിടിക്കണ്ട? ഒന്നും ചെയ്യണ്ട, ഒട്ടിപ്പിടിക്കൊന്നും വേണ്ടതേ. ഇങ്ങനെ ആക്കുമ്പോ ഇതിങ്ങനെ വിടർന്നു പോന്നെ. അതാണ് പുട്ടിന്റെ പാകം. അയ്യോ, ഞാൻ ഇങ്ങനെയല്ല ചെയ്തത്. എന്റെ അമ്മേ, താങ്ക് യു. ഓ ചെല്ലട്ടെ. ആ ബാലരമ നോവലും പുസ്തകമൊക്കെ അവിടെ വെച്ചൊന്നും കാണാനില്ല. ഇതിനിപ്പോ അത് സ്കൂള് വിട്ട് വന്നല്ലേ ഉള്ളൂ. അല്ല, അത് കാണാനില്ലമ്മ. അമ്മ ലൈബ്രറിയുടെ ബുക്കൊക്കെ ഉണ്ടായിരുന്നു അതിന്റെ അകത്ത്. ആ, അതിന് കാണൂല. ഞാൻ ആക്രിക്കാർക്ക് അമ്മ എന്താ തങ്കം ചേച്ചി? എന്താ അമ്മ, ലൈബ്രറിയുടെ ബുക്കൊക്കെ ഉണ്ട്. അയ്യോ അയ്യോ, പൂ കണ്ണീരൊലിപ്പിച്ചു തുടങ്ങിയല്ലോ. എന്താ അമ്മ, അതെനിക്ക് ആവശ്യമില്ല. അതുകൊണ്ടല്ലേ അമ്മ ഒന്നും വായിച്ചു കഴിഞ്ഞതല്ലേ അതിനകത്ത്. അതിനകത്ത് നോക്കിയിരിക്കണോണ്ടാണ് നീ പഠിക്കാത്തത്. ഇനി മുതൽ അത് നീ വായിക്കണ്ട. വെക്കേഷൻ ആകുമ്പോ 2 ബാലരമ മേടിച്ചു തരാം അമ്മ. അത് മതി. അതൊക്കെ എനിക്ക് ആവശ്യമുള്ളതാണമ്മ. എന്താ ആവശ്യം? നീ പഠിച്ചു കഴിഞ്ഞല്ലേ അത്? ഞാൻ പഠിച്ചില്ല. അതിനകത്തോട്ട് ഇന്ന് നോക്കുമ്പോ പത്രക്കാരൻ വന്നു. കുറച്ച് പത്രം ഇരിപ്പുണ്ടായി, കുറച്ച് ആക്രി സാധനങ്ങളൊക്കെ ഉണ്ട്. എല്ലാം കൂടി എടുത്ത് കൊടുത്തു. 10-250 രൂപ വെറുതെയാണ്. എന്താ തങ്കം ചേച്ചി? എന്ത്? ലൈബ്രറിയിലെ ബുക്ക് ഉണ്ടെന്നല്ല പറഞ്ഞു, തിരിച്ചു കൊടുക്കണ്ടേ? തക്കിലി ആവശ്യമില്ലാത്ത കാര്യത്തിൽ നീ അറിയരുത്. ലൈബ്രറിയുടെ ബുക്ക് അമ്മ വേറെ മേടിച്ചു തരാം, അത് കൊണ്ടേ കൊടുത്താൽ മതി. അമ്മയ്ക്ക് എന്നെ ഇഷ്ടമല്ലേ? നിങ്ങളെ വിഷമിപ്പിക്കണം. എന്താ ഇപ്പൊ ഒരു ബുക്ക് കൊടുത്തതിന് ഇത്ര മാത്രം വിഷമം എന്തിനാ നിനക്ക്? അത് വെറും ബുക്കാണോ? എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ബുക്കല്ലേ അമ്മ. ഞാൻ അവിടെ മര്യാദയ്ക്ക് അടുക്കി വെച്ചല്ലേ. അമ്മ ഒന്നും ചെയ്തില്ലല്ലേ ബുക്ക്. അതാ കുഴപ്പം. നിനക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് അതായതാണ് എന്റെ കുഴപ്പം. നീ പഠിക്കണ ബുക്ക് അതേപോലെ ഇഷ്ടപ്പെടാത്ത എന്താ? അമ്മ പഠിക്കണത് കുറച്ച് കുറഞ്ഞെന്ന് വിചാരിച്ച്. അത് വേണ്ട. പഠിത്തത്തിൽ ആദ്യം മുൻതൂക്കം, അത് കഴിഞ്ഞിട്ട് ബാക്കിയുള്ളത് എന്റെ മോള് പഠിച്ചാൽ മതി. എന്തോ റോഡിൽ നിന്നാ ഈ കൊച്ചിന് എവിടെ കണകണകണകണാന്ന് വഴക്ക് പറയണത്. എന്റെ ക്ലീറ്റോ, ആ ബുക്ക് എല്ലാം എടുത്ത് ഞാൻ ആക്രിക്കാരന് കൊടുത്ത. അതിനാണ് ഇന്നത്തെ. അല്ല ഡാഡി, എന്റെ ബാലരമ ലൈബ്രറിയിൽ അയച്ച നോവൽ, എന്റെ ഇഷ്ടപ്പെട്ട കഥാബുക്കൊക്കെ എടുത്ത്. നീ എന്തിനാ ഇതെല്ലാം കൂടെ ആക്രി കൊടുത്ത? ഞാൻ ഒരാളെ പറഞ്ഞു വെച്ചിരുന്നതാണ്. അവൾ കൊച്ചു വായിച്ചിട്ട് പിന്നെ എല്ലാം കൂടെ ഒരുമിച്ച് കൊടുക്കാം. അതിനിടയ്ക്ക് എല്ലായിടത്തും കൊടുക്കും.